SIR-ൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. SIR ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിഷേധം. ലോക്സഭയിൽ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ നോട്ടീസുകൾ തള്ളിയതിൽ രാജ്യസഭയിലും പ്രതിഷേധമുയർന്നു. രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞു. പാർലമെന്റ് കവാടത്തിന് മുന്നിലും നേരത്തെ പ്രതിഷേധമുണ്ടായിരുന്നു. തോഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തോഫീഖ്, സഭാ സമ്മേളനം ആരംഭിച്ചിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇന്നലെയും നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ന് ഇവർ ഉന്നയിക്കുന്ന SIR വിഷയം ചർച്ചയ്ക്കെടുക്കാൻ സാധ്യതയുണ്ടോ? ലോക്സഭയിൽ വീണ്ടും പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. 12 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ വീണ്ടും പ്രതിഷേധവുമായി പ്രതിപക്ഷം ഇപ്പോൾ നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. SIR-ൽ ചർച്ച വേണം എന്നുള്ളൊരാവശ്യത്തിൽ പ്രതിപക്ഷം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. SIR ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിരവധി മനുഷ്യരെ, സാധാരണക്കാരായ നിരവധി മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതൊരു ചർച്ച വേണം, ചർച്ചയ്ക്ക് തീയതി കേന്ദ്ര സർക്കാർ കണ്ടെത്തണം എന്നുള്ളൊരാവശ്യമാണ് പ്രതിപക്ഷം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം ഇതുവരെയും അതിന് വഴങ്ങിയിട്ടില്ല. എപ്പോൾ ചർച്ച നടത്തും, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ ഒരു സൂചന പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ചർച്ച നടത്താൻ കേന്ദ്രം തയ്യാറാകുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലും സമാനമായിട്ടുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10:30 സഭയ്ക്ക് പുറത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രതിഷേധമായിരുന്നു സഭയ്ക്ക് പുറത്ത് നടത്തിയത്. അതിനുശേഷമായിരുന്നു 11 മണിയോടുകൂടി സഭാ നടപടികൾ ആരംഭിക്കുകയും സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ ഈ പ്രതിഷേധം സഭക്കകത്തും തുടരുകയായിരുന്നു പ്രതിപക്ഷം ഇപ്പോൾ ചെയ്യുന്നത്. അതിനിടയിൽ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ആ സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു. ആ ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. 12 മണിക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ലോക്സഭ ചേർന്നപ്പോൾ വീണ്ടും പ്രതിപക്ഷം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതേ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ്, പ്രതിഷേധത്തെ തുടർന്നാണ് രാജ്യസഭ നിർത്തിവെച്ചിരിക്കുന്നത്. രാജ്യസഭ 2 മണിവരെയാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഈ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരന്തരമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവരും കണ്ടതാണ്. നിരവധി ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ മരിച്ചു എന്ന് പറഞ്ഞ് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതേ നിലപാട് തന്നെയായിരിക്കും, അതേ സമീപനം തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2ാം ഘട്ടത്തിൽ SIR പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുക എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതുകൊണ്ട് ഇതിൽ വിശദമായിട്ടുള്ള ചർച്ച വേണം. ആവശ്യത്തിൽ നിന്നും പ്രതിപക്ഷം പിന്മാറില്ല. കേന്ദ്ര സർക്കാർ ചർച്ച നടത്തണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇതിപ്പോൾ തോഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യം അംഗീകരിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. എന്താണ് കേന്ദ്രം പറയുന്നത്? ഒരു അനുകൂല നിലപാട് ഈ സഭാ സമ്മേളനത്തിന്റെ സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഒരു സൂചനയും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഈ വിഷയം സഭാ നടപടികൾ ആരംഭിച്ച മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. SIR വിശദമായിട്ടുള്ള ചർച്ച വേണം. രാജ്യം നേരിടുന്ന ഒരു പ്രധാന വിഷയമായിട്ട് ഇപ്പോൾ SIR മാറിയിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ ഇതിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം. വിശദമായിട്ടുള്ള ഒരു ചർച്ചയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ആ ചർച്ചയിലൂടെ മാത്രമേ എന്താണ് SIR കൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ പൗരത്വം ഉൾപ്പെടെ പരിശോധിക്കാനുള്ള ഒരു ടൂളായി SIR-നെ മാറ്റുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയിരുന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമം സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് SIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, SIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഈ പൗരത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി അതിന്റെ കരടിൽ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് കമ്മീഷനിലെ ഒരു അംഗം അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ അതിന്റെ അന്തിമമായിട്ട് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നതിൽ നിന്ന് അത് മാറ്റുകയായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലായിരുന്നു ഒരു ഇംഗ്ലീഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ആ വിഷയങ്ങൾ ഉൾപ്പെടെ ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകണം. ആ ചർച്ചയിൽ വിശദമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. വിശദമായിട്ട് ആ ചർച്ചയിൽ എന്താണ് കേന്ദ്ര സർക്കാർ SIR-ലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് രാജ്യത്തിലെ ഓരോ ജനങ്ങൾക്കും അറിയാനുള്ള താല്പര്യമുണ്ട്. അതിൽ സഭക്കകത്ത് ചർച്ച നടന്നാൽ മാത്രമേ അതിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധങ്ങളെ ഒന്നും കേന്ദ്ര സർക്കാർ വകവെക്കുന്നില്ല. അതിൽ ഒരു മറുപടി ചർച്ച നടത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു സൂചന പോലും നൽകിയിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്രയും വേഗം ഒരു ചർച്ച എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉറച്ചു
ഉറച്ചു നിൽക്കുന്നത്. SIR മാത്രമാണ് സഭക്കകത്തിപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ഇന്നലെ സഭാ നടപടികൾ ആരംഭിച്ചത് മുതൽ SIR തന്നെ ഉറച്ചു നിൽക്കുകയാണ്. SIR ചർച്ച വേണം എന്നുള്ള നിലപാട് തന്നെയായിരിക്കും ഈ സഭാ കാലയളവിൽ മുഴുവൻ പ്രതിപക്ഷം ഉയർത്തുക. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും പോലെ വരും ദിവസങ്ങളിലും സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകും. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.